പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ക്വാഡ്രിലാറ്ററലിനെ പറ്റിയാണ് പഠിച്ചത്. ഒരു ചതുർഭുജത്തെ പറ്റി പഠിച്ചു. അതിൻ്റെ പേരായിരുന്നു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, അഥവാ എതിർ കോണുകൾ അനുകൂലങ്ങളാണ്. നമ്മൾ ആ കാര്യത്തെ റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസും ചെയ്ത് നോക്കിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ ലാസ്റ്റിലേക്ക് നമ്മളൊരു ഹോംവർക്ക് പറഞ്ഞു. ആ ചാപ്റ്ററിലെ ഹോംവർക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അന്നത്തെ ഹോംവർക്കിൻ്റെ ഉത്തരങ്ങളാണ്. ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി ഗിവൺ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ഓൾ ആംഗിൾസ് ബിറ്റ്വീൻ ദി ഡയഗണൽസ് എന്നാണ്. അഥവാ തന്നിട്ടുള്ള ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കാണുക, കൂടാതെ വികരണങ്ങൾക്കിടയിലുള്ള കോണുകളും കാണുക. ഇതേപോലെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം ഈ ഒരു ക്വാഡ്രിലാറ്ററലിന് പേര് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി എ ബി സി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഒന്ന് സർക്കിളിലുള്ള ഒരേ സെഗ്മെന്റിലെ ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ്? angles in the same segments are equal. Same segment angle equal. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അതുകൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. BDC ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്. അതാണ് നമ്മളുടെ ഏതാണ് ആംഗിളിന്റെ പേര്? BAC. സോ BDC 50 ആണെങ്കിൽ BAC എത്രയാണ്? 50 ആണ്. അതുപോലെ DCA 30 ആണെങ്കിൽ DBA എത്രയാണ്? ഇത് 30 ആണ്. ഓക്കെ, സോ വി ഹാവ് DCA equal to DBA equal to 30. Angle DCA equal to angle DBA equal to 30. റീസൺ എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. അതുപോലെ ആംഗിൾ CDB equal to angle CAB equal to 50. സോ ഇവിടെ ഫസ്റ്റിൽ നമുക്ക് ആംഗിൾ B കാണാം. ആംഗിൾ B കിട്ടാൻ നമ്മുടെ 30ഉം 45 തമ്മിൽ ആഡ് ചെയ്താണ്, which is 75. So angle B is 75. So we know that angle B plus angle D 180 അല്ലേ? Angle B plus angle D എന്താണ്? 180 ആണ്. എന്തുകൊണ്ടാണ്? ABCD സൈക്ലിക് ആയതുകൊണ്ടാണ്. So we get angle D equal to 180 minus angle B, which is 180 minus 75, 105. So we get the total this angle as 105. Okay, and here we have another angle. So ഈ total angle 105 ആണെങ്കിൽ angle ADB കാണാം. So what is angle ADB? Angle ADB കിട്ടാൻ വേണ്ടിയിട്ട് total ആയ 105 എടുത്ത് എന്ത് കുറച്ചാൽ മതി? ഈ 50 കുറച്ചാൽ. Okay, so we get 55 degree. So here this angle equal to 50. So we have one more angle which is equal to this angle. ഏതാണ്? ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ കൂടി. ഏതാണ്? ഇത് ACB ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ACB എന്ന് പറയുന്നത് will be equal to angle ADB. So it is same 55. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആംഗിൾ 55 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. Again we get angle C, which is 30 plus 55. So what is 85 degree? So angle C 85 കിട്ടിയാൽ angle A കണ്ടുപിടിച്ചൂടെ? Angle A യും angle C തമ്മിൽ ആഡ് ചെയ്താൽ 180 ആണ്. അത് സൈക്ലിക് ആയതുകൊണ്ട് angle A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 ന്ന് angle C കുറച്ചാൽ മതി. 180 minus 85. So we get 95 degree. Now we get all angles of the quadrilateral ABC. ഏതൊക്കെയാണ്? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. ഇത് നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആംഗിൾ എ എന്ന് പറയുന്നത് 95 ഡിഗ്രി ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 75 ഡിഗ്രി ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 85 ഡിഗ്രി ആണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 105 ഡിഗ്രി ആണ്. ഇത് കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ്, എയുടെ ഓപ്പോസിറ്റ് സി അല്ലേ? എയും സിയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കൂ. Now we get 180 degree. അതുപോലെ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ? ബിയും ഡിയും.
സം എന്താണ് വരിക? ഇറ്റ് ഈസ് ഓൾസോ 180. സോ അവർ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ 4 ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഈ ഒരു ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസ് ആണ്. ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസ് കാണാൻ വേണ്ടി നമ്മൾ ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിളും റിമോട്ട് ഇന്റീരിയർ ആംഗിളും തമ്മിലുള്ള പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക. അതായത് ത്രികോണത്തിന്റെ പുറംകോണും അതുപോലെ ആന്തര വിദൂര കോണുകളും തമ്മിലുള്ള ബന്ധം നോക്കാം. നമ്മുടെ ട്രയാംഗിൾ ബി സി ഇ ഒരു ട്രയാംഗിൾ ബി ഒ ആണെങ്കിൽ ബി സി ഒ എന്ന് പറയുന്ന ട്രയാംഗിൾ എടുത്താൽ ഈ 45 ഈ 55 കൂടി കൂട്ടിയാലാണ് ഈ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ 100 ഡിഗ്രിയാണ്. 55 45 ആണ് 100. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയാണ് ഉണ്ടാവുന്നത്? വിച്ച് ഈസ് 80. ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 80 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ 80 അല്ലേ? 80 ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് 100 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ 100 അല്ലേ? Now we get all angles in the diagonals also. അല്ലേ? വികരണങ്ങൾക്കിടയിലുള്ള കോണുകൾ നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അതായത് ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏതൊരു ശീർഷത്തിന്റെയും പുറംകോൺ, ഏതൊരു ശീർഷത്തിൽ നിന്നുള്ള പുറംകോൺ അതിന്റെ നേരെ അടുത്തുള്ള, അതിന് തൊട്ടടുത്തുള്ള കോണിന്റെ എതിർക്കോണിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് പേര് കൊടുക്കാം എ ബി സി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പൊ എ ബി എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും, പുറംകോണുണ്ട്. ഈ ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വലാണ്. അതുപോലെ ബി സി എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ഈ ആംഗിൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിലെ ഇന്റീരിയർ ആംഗിൾ ഈക്വലാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ഇവിടുത്തെ ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് ആയ ഇന്റീരിയർ ആംഗിൾ ഈക്വലാണ്. അതുപോലെ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ഈ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ ഈക്വലാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. സോ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ബി എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആംഗിളിന്റെ പേര് എക്സ് ആണ്. അപ്പൊ സി ബി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ആണ്. ആംഗിൾ സി ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡിയാണുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി എന്താ വരിക? ആംഗിൾ എ ബി സിയും പ്ലസ് ആംഗിൾ സി ബി തമ്മിൽ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? 180. ലീനിയർ പെയർസ് ആയതുകൊണ്ട് അതിന്റെ സം 180 ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. അതുകൊണ്ട് ആംഗിൾ എ ബി സി. സോ ആംഗിൾ എ ബി സി കിട്ടാൻ 180 ആംഗിൾ സി ബി സബ്ട്രാക്ട് ചെയ്താൽ so we have 180 minus x. So this angle is 180 minus x. നമ്മൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് ABCD സൈക്ലിക് ആയതുകൊണ്ട് ആംഗിൾ D പ്ലസ് ഓപ്പോസിറ്റ് ആംഗിൾ ABC എന്ന് എടുക്കാം. ആംഗിൾ ABC കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ABCD ഈ സൈക്ലിക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് ആഡ് ചെയ്താൽ 180 ഡിഗ്രി. So we get angle B which is 180 minus of angle ABC. So 180 minus ABC എത്രയാ? ABC നമ്മൾ കണ്ടുപിടിച്ചു which is 180 minus x. ബ്രാക്കറ്റ് മാറ്റിയാൽ 180 minus 180 ഈ മൈനസ് മൈനസ് കൂടി പ്ലസ് ആകും പ്ലസ് x. ഈ പോസിറ്റീവ് 180 നെഗറ്റീവ് 180 കട്ട് ആയാൽ so we get x degree. Okay, so the exterior angle here will be equal to the interior angle opposite to this. അല്ലെ? ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയ ഇന്റീരിയർ ആംഗിൾ അതായത് ഈ ശീർഷത്തിന് എതിരായിട്ടുള്ള അകർക്കോണിന് തുല്യമാണെന്ന് തെളിയിച്ചു. ഇതുപോലെ നമുക്ക് ഏത് ഒരു വെർട്ടെക്സിൽ എടുത്താലും പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ബി സി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ ആംഗിൾ y എന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടും 180 മൈനസ് 5 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എന്തായിരിക്കും? which is y. നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. എക്സ്റ്റെൻഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഇവിടെ എത്രയാണ് വരിക? x ആയതുകൊണ്ട് 180 മൈനസ് x അല്ലേ? സോ ദിസ് 180 മൈനസ് x ഈക്വൽ ടു 180 മൈനസ് x. സോ ഹിയർ AD എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു ആംഗിൾ കിട്ടുന്നു which is 180 മൈനസ് y is equal to angle. ഇങ്ങനെ ഏത് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താലും കിട്ടുന്ന എക്സ്റ്റീരിയർ ആംഗിൾ അഥവാ പുറംകോൺ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സിലെ ആംഗിൾ ഈക്വൽ ആവും അഥവാ എതിരായിട്ടുള്ള ശീർഷത്തിലെ കോണിന് ഈക്വൽ ആവും തെളിയിക്കും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. എന്ന് പറഞ്ഞാൽ
ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല. ഇതിൽ ആദ്യം അറിയേണ്ടത് പാരലലോഗ്രാം എന്താണെന്ന് അറിയണം അല്ലേ. സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. അഥവാ ഒരു ചതുർഭുജത്തിന്റെ എതിർ വശങ്ങൾ തുല്യവും സമാന്തരവുമാണെങ്കിലാണ് അതിനെ എന്ത് പറയുക? സാമാന്തരികം എന്ന് വിളിക്കുക. റെക്ടാംഗിൾ ഈസ് ഓൾസോ എ പാരലോഗ്രാം അല്ലേ. അതുപോലെ സ്ക്വയർ ഒരു പാരലോഗ്രാം ആണ്. ചതുരും സമരമൊക്കെ പാരലോഗ്രാംസ് ആണ്. എന്തൊക്കെയാണ് തമ്മിൽ വ്യത്യാസം നോക്കാം. നമുക്ക് ഇവിടെ ബോർഡിൽ ഞാൻ സ്ക്വയർ വരച്ചിട്ടുണ്ട്, റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്, പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. ജനറലി ഇതെല്ലാം പാരലോഗ്രാംസ് ആണ്. പക്ഷേ പാരലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മറ്റുള്ളതിന് നോക്കാം. ഈ സാമാന്തരിക പാരലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻ എ പാരലോഗ്രാം opposite sides are equal. So in that two opposite sides are equal. രണ്ടും കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ. And in a parallelogram opposite angles are also equal. So this angle equal to this angle, A equal to A. If it is B, here also B. But in rectangle and square, rectangle and square ചതുരത്തിലും സമചതുരത്തിലും എന്താണ്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി, ദിസ് 90, ദിസ് 90, ഇതെല്ലാം എല്ലാ കോണുകളും 90 ആണ് അല്ലേ. നമുക്ക് പാരലോഗ്രാം ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പാരലോഗ്രാം റെക്ടാംഗിൾ ആണെങ്കിൽ പാരലോഗ്രാമിന്റെ എല്ലാ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതിനെ വിളിക്കുന്നവരാണ് റെക്ടാംഗിൾ. A parallelogram is said to be a rectangle if all angles of that parallelogram are equal. അഥവാ ഒരു സാമാന്തരികത്തിനെ ചതുരം എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ എല്ലാ കോണുകളും തുല്യമായിരിക്കും. ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആവുക അല്ലെങ്കിൽ ഒരു ചതുർഭുജം ചക്രീയമാവണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആവും. അഥവാ രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം അല്ലേ. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ the only parallelogram whose opposite angles are supplementary is rectangle or square അല്ലേ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാനുള്ള ഒറ്റ പാരലോഗ്രാം മാത്രമേ നമുക്കുള്ളൂ. ഏതാണുള്ളത്? ഒന്നെങ്കിൽ ഇത് റെക്ടാംഗിൾ ആയാൽ മതി അല്ലെങ്കിൽ സ്ക്വയർ ആയാൽ മതി. സോ എ ബി സി ഡി ആണ് ഇതിന്റെ പേരെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി കിട്ടുന്നത് 90 പ്ലസ് 90 180 ആണ്. അത് തന്നെയാണ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ചെയ്താലും കിട്ടുന്നത് അല്ലേ. which is 90 plus 90 same 180. that square also we get the opposite angles 180. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണെന്ന് പറയാൻ പറ്റും. അതിലും നമുക്ക് പറയാൻ പറ്റും ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി. ഇതിലങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ when we say that a parallelogram is cyclic, it is a rectangle or maybe a square അല്ലേ. സാമാന്തരികം ചക്രീയമാണ് പറയണമെങ്കിൽ അതിന്റെ എതിർക്കോണുകൾ അനുകൂലങ്ങളാണ്. എതിർക്കോണുകൾ അനുകൂലങ്ങളായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ റെക്ടാംഗിൾ ആവുക അല്ലെങ്കിൽ എന്താവുക സമയം, ഒന്നുകിൽ ചതുരമാവുക അല്ലെങ്കിൽ എന്താവുക സമയമാവുക. അപ്പോൾ ഇതാണ് നമുക്ക് പറയാൻ പറ്റും എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. അഥവാ ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല എന്ന് പറയാൻ പറ്റും. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് any non-isosceles trapezium is not cyclic. സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. എന്താണ് സമപാർശ്വ ലംബകം അഥവാ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് നമുക്കറിയാം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പ്രൂവ് ചെയ്തതാണ്. ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്ന ഐസോസെലസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്ന് അഥവാ സമപാർശ്വ സൈക്ലിക് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ്. അതിന്റെ പ്രത്യേകതകൾ അറിയാം. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. ദിസ് ആംഗിൾ ഈക്വൽ ദിസ് ആംഗിൾ, ഈ ആംഗിൾ ഈക്വൽ. അങ്ങനെയാണ് സമപാർശ്വത്തിന്റെ പ്രത്യേകതകൾ. നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ളത് നോൺ ഐസോസെലസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വമല്ലാത്ത ലംബമാണ്. നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം ഉണ്ട്, ഒരു ലംബമുണ്ട്. ഇവിടെ എ ബി പാരലൽ ടു സി ഡി ആണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എ ബി സി ഡിക്ക് പാരലൽ ആയതുകൊണ്ട്, എ ബി പാരലൽ ടു സി ഡി ആയതുകൊണ്ട് ഈ പോയിന്റിയർ ആംഗിൾ സപ്ലിമെന്ററി ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180. അപ്പോൾ ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ അത് നമുക്കറിയാം. പക്ഷേ നമ്മളുടെ ഇവിടെ സമപാർശ്വ ലംബകമാണെങ്കിൽ അതിൽ
ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആയിരിക്കും. ഇവിടെ നമുക്കത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറിയിട്ടുണ്ട്? ഇറ്റ് ഈസ് സൈക്ലിക് എന്ന് പറയാൻ പറ്റും അല്ലേ? കൂടാതെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ആണെന്ന് പ്രൂവ് ചെയ്യും അല്ലേ? ഇത് രണ്ടും പറ്റുമോ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, ലംബം വരയ്ക്കുന്നു. ഇ ആണ്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അതെന്താണ്? എഫ് ആണെന്ന് വിചാരിച്ചു. നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ 90 ആയിട്ടുള്ള ട്രയാങ്കിൾ, ഇതുപോലെ തന്നെ വേറെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. AED എന്ന് പറയുന്ന ട്രയാങ്കിൾ, BFC എന്ന് പറയുന്ന വേറെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ഇതിലൊക്കെ പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് 90 ആയി കഴിഞ്ഞു. ഈ സൈഡ് ഇതിന് ഈക്വൽ ആണ് അല്ലേ? രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, കാരണം രണ്ട് പാരലൽസിനുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സോ ദിസ് സൈഡ് ഈക്വൽ ടു ദിസ് സൈഡ്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സൈഡുകൾ ഈക്വൽ ആക്കാനോ വേറെ ഏതെങ്കിലും ഈക്വൽ ആക്കാനോ പറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രന്റ് ആണ് പറയാൻ. അഥവാ ഇത് രണ്ടും എന്താണ്? സർവസമ ത്രികോണങ്ങളാണ് പറയാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഇവിടെ എ എന്ന് പറയുന്ന സൈഡോ എ എന്ന് പറയുന്ന സൈഡോ അതൊന്നും ഈക്വൽ ആണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലേ? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് AD നോട്ട് ഈക്വൽ ടു, AD എന്തിന് ഈക്വൽ അല്ല? BC ഈക്വൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ AD ഈക്വൽ ടു BC ആണെങ്കിൽ ഈ ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്കിവിടെ പറഞ്ഞിട്ടില്ല AD ഈക്വൽ ടു BC ആണ്. ഈക്വൽ ആണെങ്കിൽ അത് എന്തായി മാറും? കോൺഗ്രന്റ് ആയതുകൊണ്ട് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആയി മാറിയായിരുന്നു അല്ലേ? ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ആയി. ഹിയർ AD നോട്ട് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസിൽ AD ഈക്വൽ ടു BC അല്ല. AD ഈക്വൽ ടു BC അല്ലെങ്കിൽ ട്രയാങ്കിൾ AED നോട്ട് കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ BFC. ഇത് രണ്ടും തുല്യമാവില്ല. ഇത് രണ്ടും തുല്യമായി കഴിഞ്ഞാൽ AD ഈക്വൽ ടു BC ആയി കഴിഞ്ഞാൽ ട്രയാങ്കിൾ AED കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ BFC ആണ്. അപ്പോൾ AD ഈക്വൽ ടു BC ആണ് രണ്ടും കോൺഗ്രന്റ് ആയി കഴിഞ്ഞാൽ ഈ ആംഗിൾ ഈക്വൽ അല്ലേ? കോൺഗ്രന്റ് ആവണമെങ്കിൽ എന്ത് കണ്ടീഷൻ വേണം? രണ്ട് ഈക്വൽ ആവണം. അപ്പോൾ സർവസമങ്ങളാണെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയാൽ മാത്രമേ സർവസമമാവുള്ളൂ, അല്ലെങ്കിൽ സർവസമമല്ല. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക? It is an isosceles structure. So a trapezium is cyclic only if it is isosceles. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? സമപാർശ്വമാണെങ്കിൽ മാത്രമേ ഒരു ലംബകം എന്താവുന്നുള്ളൂ? ചക്രീയമാവുന്നുള്ളൂ. നമുക്കങ്ങനെ സമപാർശ്വമല്ലാത്ത ലംബങ്ങളൊന്നും ചക്രീയമല്ല. 6th ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. നമുക്കിവിടെ ഒരു രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ഉം Q ആണ്. ഇവിടുത്തെ ഈ വലിയ സർക്കിളും ചെറിയ സർക്കിളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് P ഉം Q. അവിടെ A Pയിലൂടെ C യിലേക്ക് ഒരു പോയിന്റ് വരച്ചിട്ടുണ്ട്. അതുപോലെ B Qയിലൂടെ പാസ് ചെയ്ത് D കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് AC നോട്ട് പാരലൽ ടു BD എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാന്തരമെന്നാണ് പറഞ്ഞത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ABDC സൈക്ലിക് ആണ്. എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ABDC ഈസ് സൈക്ലിക്. അഥവാ ABDC എന്ന് പറയുന്ന വലിയ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്. ചതുർഭുജം, ആ വലിയ ചതുർഭുജം ചക്രീയമാണ് തെളിയിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ഈ P ഉം Q തമ്മിൽ ജോയിൻ ചെയ്തു. നമുക്കൊരു ABQP എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. അത് സൈക്ലിക് ആണല്ലോ. ABQP ഈസ് സൈക്ലിക്. ABQP സൈക്ലിക് ആയതുകൊണ്ട് ലെറ്റർ A എന്ന് പറയുന്ന ആംഗിൾ x എന്ന് വിചാരിച്ചാൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് 180 മൈനസ് x. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ആംഗിൾ എയും ആംഗിൾ Q കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? ആംഗിൾ Q എന്ന് പറയും BQP എന്ന് പറയും. ആംഗിൾ BQP കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടുക. സോ ആംഗിൾ BQP കിട്ടണമെങ്കിൽ 180 മൈനസ് ആംഗിൾ A ഈസ് 180 മൈനസ് x എന്ന് കിട്ടി. ഓക്കെ, നിങ്ങളൊരു PQDC എന്ന് പറയുന്ന അടുത്ത ക്വാഡ്രിലാറ്ററൽ, അതും സൈക്ലിക് തന്നെയാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. PQDC നോക്കുകയാണെങ്കിൽ PQDCയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് 180 മൈനസ് x. പുറത്തുള്ള കോണാണ് 180 മൈനസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും വരിക? ഈ 180 മൈനസ് എക്സിന്റെ ഇവിടെ ഉണ്ടാകും. നേരത്തെ ഒരു പ്രോബ്ലം അങ്ങനെ വെച്ച് ചെയ്തതാണ്. സോ
ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് ഈ ആംഗിൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 180 മൈനസ് എക്സ് എന്ന് വിചാരിക്കും. സോ വി ഹാവ് ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആണ്. ഇവിടെ എന്തായിരിക്കും എക്സ്റ്റീരിയറിലുള്ള ആംഗിൾ അല്ലേ എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ എ എന്ന് പറയുന്ന ആംഗിളും സി എന്ന് പറയുന്ന ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ അല്ലേ ആ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്യും. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്തപ്പോൾ എക്സ് ആണ് ആംഗിൾ എ, ആംഗിൾ സി എന്താണ് 180 മൈനസ് എക്സ് ആണ്. ഇതിൽ എക്സ് എക്സ് ക്യാൻസൽ ആയി പോയാൽ എന്താ കിട്ടുക 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 കിട്ടി. ഇതെന്താ അതിനർത്ഥം? ഇവിടെ എ ബി എന്നും സി ഡി എന്ന് പറയുന്ന രണ്ട് ലൈൻസ് കാണുന്നുണ്ട്. എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്ന രണ്ട് വരകൾ കാണും. അതിന് നമ്മൾ ഒരു എ സി എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ഛേദം കൊണ്ട് ഗണിക്കുകയാകുമ്പോൾ ഈ ആംഗിൾ കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് 180 കിട്ടിയത്. അതിനർത്ഥം എന്താ എ ബി പാരലൽ ടു സി ഡി എന്നാണ്. എന്താ അർത്ഥം? എ ബി സി ഡിക്ക് പാരലൽ ആവില്ലേ? സോ വി സേ ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. എ ബി സി ഡി സമാന്തരമാണ്. ഇനി നമ്മൾ ആ ഒരു പാരലലോഗ്രാം നോക്കാം. ഏതാണ് ഈ നമ്മൾ ആ ക്വാഡ്രിലാറ്ററൽ നോക്കാം. എ ബി ഡി സി എന്ന് പറയുന്ന ചതുർഭുജം നോക്കുകയാണെങ്കിൽ എ ബി ഡി സിക്ക് പാരലൽ ആയി കഴിഞ്ഞു. ഇനി നമുക്കത് സൈക്ലിക് ആവാൻ ഒരു കാര്യം അറിഞ്ഞാൽ മതി. എന്ത് അറിഞ്ഞാൽ മതി? ഇത് ഐസോസെലസ് ട്രപ്പീസിയാണ് അഥവാ സൗപാർശ്വലംബകാരം. സൗപാർശ്വലംബകാവാനുള്ള വഴി എന്താ? അതിന്റെ രണ്ട് ലെങ്തുകൾ ഈക്വൽ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എ സിയും ബി ഡിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതെന്തായി മാറും? ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ ഇഫ് എ സി ഈക്വൽ ടു ബി ഡി, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? എ ബി ഡി സി ഈസ് an isosceles trapezium. അപ്പോൾ എന്താ പറയാൻ പറ്റുക? എ സി ഈക്വൽ ടു ബി ഡി ആണെങ്കിൽ എ സിയും ബി ഡി ഈക്വൽ ആയാൽ എന്തായി മാറുന്നു? എ ബി ഡി സി ഐസോസെലസ് ട്രപ്പീസിയം ആണ്. അഥവാ സൗപാർശ്വലംബമാണ്. സോ ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്? സൈക്ലിക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ സൈക്ലിക് ആണെന്ന് പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? എ സിയും ബി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ 3 സർക്കിൾസ് തന്നിട്ടുണ്ട്. 3 ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി ക്യൂ. ഓരോന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സർക്കിൾ പിയിലും ക്യൂ ഇന്റർസെക്ട് ചെയ്തു. ചെറിയ സർക്കിൾ ആറിൽ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി സൈക്ലിക് ആണ് പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ഡി സി സക്രിയമാണെന്ന്. എ ബി ഡി സി ഈസ് സൈക്ലിക്. സൈക്ലിക് ആകുകയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ നമ്മുടെ ലക്ഷ്യം ഫൈൻഡ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ആണോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് എന്ന് പറയും അല്ലേ? എ ബി ഡി സി സൈക്ലിക് ആവും, ചക്രീയമാകും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ തൊട്ട് മുമ്പിലെ തുടർ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത്. ശ്രദ്ധിക്കും. ഞാൻ ആദ്യം ഇവിടെ പി ക്യൂ ജോയിൻ ചെയ്യുന്നു, അതുപോലെ ആർ എസും ജോയിൻ ചെയ്യുന്നു. പി ക്യൂ ആർ എസ് ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3 ക്വാഡ്രിലാറ്ററൽസ് കിട്ടിയിട്ടുണ്ട്. എ ബി ക്യൂ പി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, പി ക്യൂ എസ് ആർ എന്ന് പറയുന്ന വേറെയുണ്ട്, പിന്നെ ആർ എസ് ഡി സി. ഈ 3 ക്വാഡ്രിലാറ്ററൽസും സൈക്ലിക് ആണ്. 3 സൈക്ലിക് ആണ്, 3 ചക്രീയമാണെന്നുള്ളത് മനസ്സിലായത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്? എ ബി ക്യൂ പി എന്ന് പറയുന്നതും, അതുപോലെ പി ക്യൂ എസ് ആർ എന്ന് പറയുന്നതും, ആർ എസ് ഡി സി. ദീസ് 3 ക്വാഡ്രിലാറ്ററൽസ് ആർ സൈക്ലിക്. നമ്മൾ എ എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ മാത്രം എടുക്കും. എ ബി ക്യൂ പി എടുത്താൽ ഇനി എ ബി ക്യൂ പി എടുത്ത് നോക്കൂ. ദിസ് ആംഗിൾ പി എക്സ് എന്ന് വിചാരിച്ചോളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് 180 മൈനസ് എക്സ്. ബിക്കോസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ക്യൂ പി എന്ന് പറയുന്നത് 180 ആണ്. അതുകൊണ്ട് നേരത്തെ കണ്ട പോലെ തന്നെ 180 മൈനസ് എക്സ്. ഇതൊരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ആവുന്ന ആംഗിൾ ആണ് ഇപ്പുറത്തുള്ള സൈക്ലിക് ക്വാഡ്രിലാറ്ററലായ ഈ ആംഗിൾ. അപ്പൊ ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? ഇറ്റ് ഈസ് 180 മൈനസ് എക്സ് അല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് an interior angle opposite to this exterior angle. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആന്തര കോണാണ്. അപ്പൊ ഇവിടെ നമുക്ക് അത് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കാണാം, ആർ എസ് ഡി സി. ആർ എസ് ഡി സി സൈക്ലിക് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഇതേ ആംഗിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, അതുപോലെ തന്നെയുള്ള ആംഗിൾ ആണ് ഇവിടെ ഉണ്ടാവുക. വിച്ച് ഈസ് ഓൾസോ 180 മൈനസ് എക്സ്.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ സൈക്ലിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ സൈക്ലിക്കിലൂടെ ഇപ്പോഴത്തെ മൂന്നാമത്തെ സൈക്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഈ ആംഗിൾ കിട്ടിയിട്ടുണ്ട്, ഈ ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം ആംഗിൾ എയും ആംഗിൾ ഡിയും 180 ആണോ നോക്കാനല്ലേ. ആംഗിൾ എയും ആംഗിൾ ഡിയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കൂ. ആംഗിൾ എ ഈസ് എക്സ്, ആംഗിൾ ഡി ഈസ് 180 മൈനസ് എക്സ്. എക്സ് ടു എക്സ് ക്യാൻസൽ ആയപ്പോൾ സം ഈക്വൽ ടു 180 അല്ലേ. ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി എന്തായിരിക്കും? ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈസ് ഓൾസോ 180. ഇത് രണ്ടും കൂടി കൂട്ടി 180 കിട്ടി. ബാലൻസ് എത്രയാണ്? 360 ന്ന് 180 സബ്ട്രാക്ട് ചെയ്തതാണ് അല്ലേ. 360 ന്ന് 180 കുറച്ചതാണ്. എന്താ അതാണ് ഇവിടെ 180 കിട്ടാൻ കാരണം ഒരു ക്വാഡ്രിലാറ്ററൽ 4 ആംഗിൾസ് കിട്ടിയാൽ എത്ര കിട്ടുക? 360 ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ABDCയിലെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സംഭവം 180 ആണ് കിട്ടിയില്ലേ, അനുപൂരകങ്ങളാണ് കിട്ടിയില്ലേ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ABDC is cyclic. So we can say that quadrilateral ABDC is cyclic. അത് ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് അങ്ങനെ പറയാം. നമ്മളെ ഈ ഹോംവർക്കിൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ ആൻസറുമായിട്ട് അത് വെരിഫൈ ചെയ്ത് നോക്കുക. ശരിയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് എഴുതാൻ പഠിക്കണം. നോട്ട്ബുക്കിൽ മാത്രം 200 പേജസിൻ്റെ നോട്ട്ബുക്കിൽ മാത്രമാണ് നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തെടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുക, ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് എക്സാം ഉണ്ടാവും, അതിനുവേണ്ടി എപ്പോഴും തയ്യാറായിട്ടിരിക്കണം. ഒറ്റ കാര്യം കൂടി, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്തത് കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.